ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം വെറുമൊരു പുസ്തകമല്ല, അത് ജീവനും ശക്തിയും അത്ഭുതവും നിറഞ്ഞതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ശക്തിയുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വചനം മതി ഒരു ജീവിതം മാറാൻ. ഒരു വചനം മതി ഒരു കുടുംബം രക്ഷപ്പെടാൻ. ഒരു വചനം മതി നിരാശയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയൂ. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? കടങ്ങൾ പെരുകി വരുമാനം കുറഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ രാത്രിയിൽ കരയുന്നവരുണ്ടോ? അങ്ങനെയുള്ള നിങ്ങളോട് കർത്താവ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നു: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പത്തിൽ നിന്നും യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനം വിശ്വസിച്ചു പറയൂ: എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വീണ്ടും പറയൂ: എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ. ചിലർ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരു വഴിയും തുറക്കുന്നില്ല, ഇന്റർവ്യൂവിനെല്ലാം പോകുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തടസ്സങ്ങളാണ്. അങ്ങനെയുള്ളവരോട് കർത്താവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-3 തിരുവചനങ്ങളിലൂടെ അരുളി ചെയ്യുന്നു: ഞാൻ നിനക്ക് മുൻപായി പോയി മലകൾ നിരപ്പാക്കും, പിച്ചള വാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പടലുകൾ ഒടിക്കും, അന്ധകാരത്തിന്റെ നിധികളും രഹസ്യ നിക്ഷേപങ്ങളും നിനക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നടക്കുന്നതിന് മുമ്പേ കർത്താവ് നടക്കും. നമ്മൾ എത്തുന്നതിന് മുൻപേ കർത്താവ് വഴി തുറക്കും. അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് ചിലർ പുറത്ത് ചിരിക്കുന്നു, പക്ഷേ ഉള്ളിൽ തകർന്നിരിക്കുകയാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല, സമാധാനം നഷ്ടപ്പെട്ടു, ജീവിതം മുഴുവൻ ഇരുട്ട് കയറിയതുപോലെ തോന്നുന്നു. അങ്ങനെയുള്ള നിങ്ങളോട് കർത്താവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇവിടെയാണ് ഒരു വലിയ ആത്മീയ രഹസ്യം. ഈ വചനത്തിൽ നിങ്ങളുടെ പേര് ചേർക്കണം. ഉദാഹരണത്തിന് എൻ്റെ പേര് ക്രിസ്റ്റഫർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും: ക്രിസ്റ്റഫറെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് ചേർത്ത് പറയൂ: നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു വച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക. അത് നോക്കിയാൽ മാത്രം വിശപ്പ് മാറുമോ? ഇല്ല, അത് കഴിക്കണം. അപ്പോഴാണ് അത് ശരീരത്തിൻ്റെ ഭാഗമാകുന്നത്. അതുപോലെ ദൈവവചനം ബൈബിളിൽ മാത്രം ഇരുന്നാൽ പോരാ, അത് വായിക്കണം, ധ്യാനിക്കണം, വിശ്വസിക്കണം, ജീവിതത്തിൽ സ്വീകരിക്കണം. വചനം വായിക്കുന്ന വീടുകൾ തകരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ചിലർ പൂർണ്ണമായി തളർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ ശക്തിയില്ല, കരയാൻ പോലും ശക്തിയില്ല. അങ്ങനെയുള്ളവർക്കുള്ള വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവേ, എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ എപ്പോഴും പറയുന്നു, എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നേ ഇല്ല, എനിക്ക് കണക്ക് പേടിയാണ്, എനിക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ജീവിതത്തിൽ ജയിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ വചനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എല്ലാവരും ഉറക്കെ പറയും: എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. വീണ്ടും പറയൂ: എനിക്ക് കഴിയും, ക്രിസ്തുവിലൂടെ എനിക്ക് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വചനം വായിക്കുമ്പോൾ
വചനം നമ്മളോട് സംസാരിക്കും. വചനം വായിക്കുമ്പോൾ നിരാശ മാറും. വചനം വായിക്കുമ്പോൾ ശക്തി ലഭിക്കും. വചനം വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ കുടുംബങ്ങളിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പോകുന്നു. രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. നിരാശ മാറി സമാധാനം വരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണമേ. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. അടഞ്ഞ വാതിലുകൾ തുറക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരെയും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.